ഓ ഈ മാസം ഭയങ്കര ചെലവാണ്. എന്താ ചെയ്യാ? അച്ഛാ എന്താ ഞങ്ങളെല്ലാവരും കൂടി പുറത്തുനിന്ന് പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസ ഒരു 2000 രൂപ. 2000? ആ ചെലവാണ്, എന്നാലും തരണോ? താങ്ക് യു അച്ഛാ. 500 വെച്ചോളൂ. ഓ താങ്ക് യു. 500 എക്സ്ട്രയോ? താങ്ക് യു. അപ്പോൾ ഞാൻ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം കേട്ടോ. ജസ്റ്റ് കുറച്ച് ഷോപ്പിലൊക്കെ പോവും, പിന്നെ അവിടെ പോയി സിനിമ കാണും, പിന്നെ ഫ്രണ്ട്സായിട്ട് കുറച്ച് സംസാരിക്കും, അവിടെ കുറച്ച് ഫുഡൊക്കെ കഴിക്കും, എന്നിട്ട് വരും കേട്ടോ. താങ്ക് യു. ബൈ. ബൈ. ഹലോ റിയ, എന്താ? എടി നീ ട്യൂഷൻ ഫീസ് അടച്ചാ? ശരിയാലേ, ട്യൂഷൻ ഫീസിന്റെ കാര്യം മറന്നു. ഞാൻ ചോദിക്കട്ടെ ഡാഡിയോട്. അത് സമ്മതിക്കും എന്തായാലും. ഞാനേ ആ പൈസ കൊണ്ടുവരാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ എനിക്ക് കയറാൻ പറ്റില്ല ട്യൂഷനിൽ. എന്നാൽ ശരി, ഞാൻ ചോദിച്ചിട്ട് നിന്നോട് പറയാം. ശരി, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ബൈ. ശരി, ചോദിച്ചിട്ട് വരാം. ഞാൻ മറന്നുപോയി. അച്ഛാ, എന്താ ട്യൂഷന് കൊടുക്കാൻ വേണ്ടിട്ടേ എനിക്ക് ട്യൂഷനൊക്കെ പോണേ? ട്യൂഷനൊന്നും പഠിക്കേണ്ട കാര്യമില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇരുന്നാൽ മതി. ട്യൂഷൻ ഫീസൊന്നും കൊടുക്കാൻ പൈസ ഇല്ല അവിടെ. 1000 രൂപയുള്ളൂ. 1000 ഇല്ല, എന്താ ചെയ്യാ? അച്ഛന് പനിയന് കൊടുത്തു 2500 രൂപ വെറുതെ. മോനല്ലേ, മോനായതുകൊണ്ട് കൊടുത്തു. മോളല്ലേ, കാര്യമില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? പഠിക്കാൻ? അപ്പൊ നീ പഠിക്കാൻ പോണ്ട, വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. അത്യാവശ്യം സംശയമൊക്കെ എന്നോടൊക്കെ ചോദിച്ചോളൂ കേട്ടാ. ഒന്നും പറയണ്ട കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. അറിയാം. ഞാൻ എൻ്റെ ട്യൂഷൻ എനിക്ക് പൈസ കിട്ടിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നീ ട്യൂഷൻ മാമിനോട് പറഞ്ഞോളൂ ഞാൻ ട്യൂഷന് വരുന്നില്ല എന്ന്. എന്താ കാര്യം? വല്ല ബുദ്ധിമുട്ടുണ്ടോ വീട്ടിൽ? അങ്ങനൊന്നുമില്ല. ശരി ശരി, ഞാനേ വീട്ടിൽ നിന്ന് പഠിക്കാൻ വെക്കണം, അതാകുമ്പോൾ കുറച്ച് എളുപ്പമല്ലേ. അതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുമില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരിട്ടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നെക്സ്റ്റ് മോർണിംഗ്. മോനെ, എന്താ അച്ഛാ? ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. എനിക്കാണോ? ഓ മൈ ഗോഡ്, ഐഫോൺ. താങ്ക് യു അച്ഛാ. ഞാൻ കുറെ ദിവസം ആലോചിക്കുന്ന ഐഫോൺ പറയാൻ. താങ്ക് യു. അല്ല, ഞാൻ സൂക്ഷിച്ചു ഉപയോഗിക്കാം കേട്ടാ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. താങ്ക് യു. ചാച്ച വന്നോ? അനിയന് ഫോണൊക്കെ കൊടുക്കണുണ്ട്. ഒന്നുമില്ലേ? മോനല്ലേ, നിനക്കങ്ങനെ സമ്മാനം മേടിച്ചില്ല? അയ്യോ, എനിക്ക് ഫോണൊന്നും വേണ്ടായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ഡ്രസ്സ് വേണമെന്ന്. എന്റെ ഡ്രസ്സ് ചെറുതായിരുന്നു. ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഡ്രസ്സ് ഞാൻ കണ്ടു. അത് മതി കേട്ടാ. ശരി. എന്താ മോനെ, പഠിപ്പൊന്നും കാണാനില്ലല്ലോ? അല്ല, അങ്ങനൊന്നുമില്ല. ഞാനിവിടെ ഫോണിൽ കുറച്ച് കാര്യം ചെയ്തോണ്ടിരിക്കും. ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണേ. എന്റെ ഫ്രണ്ട്സ്. പിന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്. എനിക്ക് ഫുട്ബോളിനാണെങ്കിൽ ഇഷ്ടം. വിദ്യാഭ്യാസം അങ്ങനെ പഠിപ്പൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും ഫുട്ബോളും ക്രിക്കറ്റിനോടൊക്കെ താല്പര്യം കൂടുതലേ. അതാവുമ്പോ പിന്നെ രസമാണ്, പിന്നെ പൈസയും കിട്ടും. പിന്നല്ല, നമുക്ക് അടിപൊളിയാകാലോ. നമ്മൾ കണ്ടിട്ടില്ലേ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ? അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് എന്തായാലും ഫുട്ബോൾ. അത് പറഞ്ഞപ്പോഴാണ്, എന്താണ് ഇവിടെ പുതിയൊരു അക്കാഡമി വരുന്നുണ്ടല്ലോ ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ ഒക്കെ. ആ ഒരു അക്കാഡമി തന്നെ ചേർക്കോ? അധികം പൈസ ഒന്നുമില്ല, ഒരു 5000 ഉള്ളൂ ഫീസ് മാസം. അവിടെ പോയി ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. താങ്ക് യു അച്ഛാ. ബൈ. ഓക്കെ. ഞാൻ പഠിക്കാച്ചാ. അമ്മ പറഞ്ഞത് നീ അമ്മയൊന്ന് സഹായിക്കണേ. അതെന്റെ എക്സാം ആയതുകൊണ്ടാ ഞാൻ അമ്മയെ സഹായിക്കാൻ. അച്ഛൻ പഠനം മതി കേട്ടാ. അമ്മയ്ക്ക് സഹായം വേണ്ട. അവൻ വെറുതെ ഇരിക്കാലോ, അവനോടൊന്നും പറയാത്ത. അവന് ഫുൾ നേരം കളിച്ചോണ്ടിരിക്കുക, പഠിക്കുന്നില്ല. അവനെ പറയാൻ പറ്റില്ല കേട്ടാ, ആൺകുട്ടിയല്ലേ. അവനോടങ്ങനെ കയർത്ത് പറയാൻ പറ്റില്ല കേട്ടാ. എനിക്ക് പറയാലോ, പോക്കോ അമ്മയെ കുറിച്ച് സഹായിച്ചു പോവാ, പിന്നെ പഠിച്ചാൽ മതി കേട്ടാ. കേട്ടാ. മോനെ എന്താ വിളിച്ചോ? നേരത്തെ എനിക്ക് ഷോൾഡർ ഒന്നാക്കി തരുമോ?
അയ്യോ എന്റെ കൈ നല്ല വേദനയായിട്ടിരിക്കുക. അതാണ് കാര്യം. ഞാനിപ്പോ കളിച്ചിട്ടൊക്കെ വരില്ലേ, എന്റെ കൈയൊക്കെ നല്ല വേദന. അതാണ്. അല്ല അതാണ്. പിന്നെ അത് മാത്രല്ല, ഞാൻ കുറച്ച് തിരക്കില്ല, കുറച്ച് കളിച്ചോണ്ടിരിക്കയാണ്. പിന്നെ ചെയ്യാം. ബൈ 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 ബൈ. എന്താച്ചാ ഷോൾഡർ ഭയങ്കര വേദന. അതിനെന്താ ചെയ്താലോ? നല്ല സുഖം ഉണ്ടാച്ചാ? ഷോൾഡേഴ്സ് വേദന പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തരാം. ഞാൻ അവിടെ വെറുതെ ഇരിക്കല്ലേ. ശരി ശരി. ഇനിയുണ്ട് മോളുടെ പഠിപ്പ്? മോനെയാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. മോനെ ഏതെങ്കിലും തരത്തിലൊക്കെ പ്രശസ്തിയാവുന്നാണ് പറയണത്. മോളുടെ കാര്യങ്ങളോ? മോളുടെ കാര്യം പറയാൻ പറ്റില്ല, കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളതല്ലേ. പഠിപ്പിലൊക്കെ എങ്ങനെയാ? പഠിപ്പില് ഓക്കെ അങ്ങനെ പോണു. ഓക്കെ ഓക്കെ. അടിപൊളി അടിപൊളി അടിപൊളി. എന്താ എന്റെ മേത്ത് വെള്ളം വീണല്ലോ? വെള്ളം വീണു. കുറച്ച് തരുമോ മോളെ? ഞാൻ തുറക്കാം. ഞാൻ തുറച്ചാ മോള് കളിച്ചല്ലോ. ഞാൻ തുറച്ചാ വേണ്ട മോനെ നമ്മള് ഉയർച്ചയ്ക്ക് വേണ്ടി വളർത്തല്ലേ. ഈ കാര്യം മോള് ചെയ്തോളും. പറയും എല്ലാം മോള് ചെയ്തോളും. മോളാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ശരി അച്ഛാ. ഇവിടെ കുറച്ച് വെള്ളം പോയിട്ടുണ്ട്. അയ്യോ തുടയ്ക്കാം കേട്ടാ. ശരി. തുടച്ചോ? ഇത് അവൻ കളഞ്ഞല്ല, അപ്പൊ അവനോട് തുറക്കാൻ പറഞ്ഞൂടെ? അപ്പം അവൻ ചെയ്യേണ്ട കാര്യമല്ലോ, നീ ചെയ്താൽ മതി കേട്ടാ. ശരി. പെൺകുട്ടികളുടെ ജോലിയാണ്. ഓക്കെ, ഞാൻ തുറക്കുന്നുണ്ട്. അതേപോലെ തുടങ്ങിട്ടാ. മോനെ കുറച്ച് വെള്ളം ദാഹിക്കണം. ഞാൻ തിരക്കില്ല അച്ഛാ. എന്താ അങ്ങനെ? ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുക. അവളോട് പറ. മോളെ ചേട്ടനെ വിഷമിക്കണത്. ആ വെള്ളം കുപ്പിത്തോളം. അത് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? അതെയാ, ഞാൻ മോനെ നോക്കിയേ. മോനെ ചെയ്യാറില്ലോ, ഒന്നും ചെയ്യണില്ല. അതൊന്നും സാരില്ല. ചാച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അച്ഛനെ സഹായിച്ചോളാട്ടാ. അപ്പൊ അത് സോറി എന്ന് പറയട്ടാ. സോറി കേട്ടാ. ഞാൻ നിന്നോട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നില്ല. ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അനിയെ വേണമെങ്കിൽ ട്യൂഷൻ ഫീസ് പോയിക്കോളോ. ആണോ? ട്യൂഷൻ ഫീസ് എനിക്ക്? ട്യൂഷൻ ഫീസ് നീ അവനൊപ്പം പഠിക്കുക. എന്നാലേ ഉയർച്ചയും വേണം, വിദ്യാഭ്യാസം വേണ്ടേ. അതൊന്നും നോക്കണ്ട കേട്ടോ. ആൺകുട്ടിയും പെൺകുട്ടിയും വ്യത്യാസം എനിക്ക് തെറ്റ് പറ്റിയതാണ് കേട്ടോ. നീ നല്ലപോലെ ഒക്കെ ചെയ്യാം. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. ഓക്കെ, താങ്ക് യു. കുട്ടികൾ ഒരു ശാപമല്ല, അവർ വീടിൻ്റെ വിളക്കാണ്. അതുകൊണ്ട് എപ്പോഴും നല്ലപോലെ പെൺകുട്ടികളെ സ്നേഹിക്കുക. രണ്ടുപേരും, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും കാണിക്കാണ്ട് ജീവിതത്തിൽ സമൂഹത്തിൽ മുന്നോട്ട് പോവുക. ഇത് ഞങ്ങൾ എല്ലാവർക്കുമായി ഈ ഒരു സീരീസ് കാണിക്കുന്നു. താങ്ക് യു.